നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫ്രേസൽ വെർബ്സ് ആണ് പഠിച്ചത്. അപ്പോൾ ഈ ക്ലാസ്സിൽ നമുക്ക് മാത്സിൽ ഒരു പ്രോബ്ലം നോക്കാം. മാത്സിൽ നമുക്ക് കോർഡിനേറ്റ് ജോമെട്രി നോക്കാം. അപ്പോൾ നിങ്ങൾ മാത്സ് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. നമ്മൾ ശരിക്കും ഇത് എക്സാമിന് വേണ്ടി മാത്രമാണ് ഈ മാത്സിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. അപ്പോൾ നമ്മളിത് ഹാർഡായിട്ട് ഫുൾ എല്ലാം മനസ്സിലാക്കി അങ്ങനെ പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് സ്മാർട്ട് വർക്ക് ചെയ്താൽ മതി. ഇപ്പോൾ അക്കൗണ്ടൻസി ആണെങ്കിൽ നമുക്കത് യൂസ്ഫുള്ളാണ്. ഡിവിഷണൽ അക്കൗണ്ടിന് അതെന്തെങ്കിലും യൂസ്ഫുള്ളാണെന്ന് പറയാം. പക്ഷേ മാത്സിൻ്റെ നമുക്കങ്ങനെ പിന്നീട് അത് യൂസില്ല. ജസ്റ്റ് ഈ എക്സാം പാസ്സാകാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ഇത് പഠിക്കാൻ നേരത്ത് അങ്ങനെ ആ ഒരു മെൻറ്റാലിറ്റിയിൽ പഠിച്ചാൽ മതി. നമ്മൾ ഫുള്ളായിട്ട് ഇത് മനസ്സിലാക്കി പഠിക്കാൻ നിന്നാൽ സമയം എടുക്കും, നമുക്ക് വിചാരിച്ച പോലെ തീരില്ല. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ടുള്ള പോയിൻറ്റ്സ് ഞാൻ പറഞ്ഞുതരാം. അത് മാത്രം ജസ്റ്റ് ഒന്ന് പഠിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ ക്ലാസ് കണ്ടു നോക്ക്. ഇപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കോർഡിനേറ്റ് ജോമെട്രിയിലേക്ക് കടക്കാം. അപ്പോൾ എന്താണ് കോർഡിനേറ്റ് എന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. നമുക്കറിയാം, ഈ നമ്പർ ലൈൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ നമ്പർ ലൈൻ. അപ്പോൾ ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്, ഇതിങ്ങനെ 1 2 3, പിന്നെ ഇത് 1 2 3, പിന്നെ ഇത് -1, പിന്നെ ഇത് -2 -3, പിന്നെ ഇത് -1 -2 -3. അപ്പോൾ ഇതാണൊരു നമ്പർ ലൈൻ. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഈ ഒരു പോയിൻ്റ് എടുക്കണേ. അപ്പോൾ ഈ ഒരു പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ എക്സ് ആക്സിസ് എഴുതേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഒരു ലൈൻ നമ്മൾ വരക്കും. അപ്പോൾ എന്നിട്ട് ഇത് ഈ ഒരു പോയിൻ്റ് എക്സ് ആക്സിസ് 2, ഇവിടെയും 2, അപ്പോൾ 2 2 നമ്മൾ എഴുതും. അപ്പോൾ ഇതിനെയാണ് ഒരു ജസ്റ്റ് കോർഡിനേറ്റ് എന്ന് പറയുന്നത്, നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി. അപ്പോൾ ഈ കോർഡിനേറ്റ് ജോമെട്രിയിൽ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ഇവിടെ ഞാൻ വേറൊരു ലൈൻ വരച്ച്, അപ്പോൾ ഇതിൻ്റെ എത്രയാണെന്ന് ചോദിച്ചേക്കണം. അപ്പോൾ ഇതിൻ്റെ കോർഡിനേറ്റ് എത്രയാണെന്ന് ചോദിച്ചു. അപ്പോൾ ഇതിന് വേണ്ടി ചിലപ്പോൾ 4 3 ആയിരിക്കും. എന്നിട്ട് ചോദിക്കണേ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്ന് ചോദിക്കണം. അപ്പോൾ അത് കണ്ടെത്തുന്നതാണ് ഈ കോർഡിനേറ്റ് ജോമെട്രിയിൽ മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ വെച്ച് കണ്ടെത്തുന്നത് അതൊന്നും നമ്മൾ അറിയേണ്ട കാര്യമില്ല. നമ്മൾ ആ ഇക്വേഷൻ മാത്രം പഠിച്ചു വെച്ചാൽ മതി. അപ്പോൾ കോർഡിനേറ്റ് ജോമെട്രി is known as a analytical geometry is a branch of mathematics that uses algebraic equation to describe geometric shape and their properties. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റത്തെ ഇക്വേഷനാണ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിൻറ്റ്സ് എ x1 y1 b x2 y2 ഈസ് ഗിവൺ. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പഠിച്ചു വെച്ചാൽ മതി. x2 - x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ഹോൾ സ്ക്വയർ, എന്നിട്ട് അതിൻ്റെ റൂട്ട്. ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഇപ്പോൾ ഒരു 1 2 എന്ന് ഞാൻ ഇങ്ങനെ എഴുതി. അപ്പോൾ ഇതിൻ്റെ എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ആയിരിക്കും. ഫസ്റ്റ് എഴുതുന്നതാണ് എക്സ്, സെക്കൻഡ് എഴുതുന്നത് വൈ. പിന്നെ അടുത്തൊരു പോയിൻ്റ് ഇപ്പോൾ 3 5 എഴുതി. അപ്പോൾ ഫസ്റ്റ് എഴുതുന്നത് x2 3, പിന്നെ y2 5. അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് നമ്പർ ചെയ്താൽ മതി. ഇത് x1 y1, ഇത് x2 y2. അപ്പോൾ ഈ ഇക്വേഷൻ നമ്മൾ നേരത്തെ കണ്ടു. റൂട്ട് ഓഫ് x2 - x1 ഹോൾ സ്ക്വയർ പ്ലസ് ആണെന്നാണ് s2 - s1 ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ഹോൾ സ്ക്വയർ. 2 താഴെ എഴുതണം കേട്ടോ. അപ്പോൾ ഇത് നമുക്കറിയാം. അപ്പോൾ ഇത് ഓരോന്ന് ജസ്റ്റ് എടുത്ത് എഴുതിയാൽ മതി. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ കാണാൻ പഠിച്ചാൽ നമുക്ക് ഇതിൽ നിന്ന് ആൻസർ കണ്ടെത്താം. അപ്പോൾ ഇവിടെ നമുക്ക് 3 x2 3, അപ്പോൾ 3 x1 1 3 - 1 ഹോൾ സ്ക്വയർ പ്ലസ് y2 5 5 - 2 ഹോൾ സ്ക്വയർ. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് 2 സ്ക്വയർ പ്ലസ് 5 - 2 3 സ്ക്വയർ, എന്നിട്ട് അതിൻ്റെ റൂട്ട്. അപ്പോൾ റൂട്ട് ഓഫ് 4 + 9. അപ്പോൾ ഇവിടെ റൂട്ട് 13. അപ്പോൾ റൂട്ട് 13 ആണ് ആൻസർ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ ജോമെട്രി ഇക്വേഷൻ. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ലൈൻസ് എന്ന് പറയുമ്പോൾ സിമ്പിളായിട്ട് ഈ ഒരു ഫോർമുല ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു ഫോർമുല പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിസ്റ്റൻസ് കണ്ടെത്താം. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിൻറ്റ്സ് എ x1 y1 ആണെങ്കിൽ ഇതാണ് സംഭവം. പിന്നെ അടുത്തത് ഒരു സിമ്പിൾ ഇക്വേഷനാണ്. ഇതിനകത്ത് പറയുന്നത് x1 - y ആൻഡ് x2 - y. ഇത് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ x1 നമുക്ക് 2 എടുക്കാം, y 3 ആണ്. അടുത്തത് x1 4 ആണ്, y 3 ആണ്. അപ്പോൾ ഇത് രണ്ടും സെയിമാണ്, y രണ്ടും സെയിമാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഇക്വേഷൻ ജസ്റ്റ് 4 - 2 x - x2 ചെയ്താൽ മതി. അപ്പോൾ അതാണ് അത് പറയുന്നത്. പിന്നെ അടുത്തതാണ്
ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ് വിത്ത് കോർഡിനേറ്റ് എക്സ് വൈ ആൻഡ് ദ ഒറിജിൻ. ഒറിജിൻ എന്ന് പറയാൻ നേരത്ത് എപ്പോഴും 0 ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഡിസ്റ്റൻസ് കണ്ടെത്തുന്ന വെച്ച് പറയുമ്പോൾ റൂട്ട് ഈ ഒരു ഫോർമുല പഠിച്ചാൽ റൂട്ട് എസ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, എസ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആയിരിക്കും ആൻസർ. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾ ആണെങ്കിൽ 2 0 0 അല്ലെങ്കിൽ ഒരു 4 അല്ലെങ്കിൽ 0 4. അപ്പോൾ നമുക്കറിയാം 0 എന്ന് പറയുമ്പോൾ ഒറിജിൻ 0 ആയിരിക്കും, ഇതും 0 ആണ്. അപ്പോൾ ഇതിനെ കണ്ടെത്താൻ വേണ്ടി 2 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ, അപ്പോൾ 4 പ്ലസ് 60 20, റൂട്ട് 20 ആണ് ആൻസർ. അപ്പോൾ ഇത്രയും അറിഞ്ഞിരുന്നാൽ മതി. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ കാണാപ്പാടം പഠിക്കുക, എന്നിട്ട് ഇതിൻ്റെ പ്രോബ്ലം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കുക. ഈ ഒരു ഇക്വേഷനാണ് ഇതിനകത്ത് മെയിനായിട്ട് വരുന്നത്. ഇനി അടുത്തതാണ് സെക്ഷൻ ഫോർമുല. ഇതിനകത്ത് വരുന്ന അടുത്തൊരു സംഭവമാണ് സെക്ഷൻ ഫോർമുല. സെക്ഷൻ ഫോർമുല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ലൈൻ, നമ്മൾ നേരത്തെ കണ്ട ലൈൻ തന്നെ. അപ്പോൾ ഇത് 1 2 ആക്കാം, ജസ്റ്റ് ഫിഗർ വെറുതെ ഇടുകയാണ്. ഇത് 4 3 ആക്കാം. അപ്പോൾ ഇതിനകത്ത് ക്വസ്റ്റ്യൻ പറയുന്നതാണ് ഈ ലൈൻ ഇത് ഒരു 3:2 എന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യണേ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പോയിൻ്റ് എത്രയാണെന്ന് പറയണം. ഇപ്പോൾ ഈ ഒരു ലൈൻ 3:2 ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കോർഡിനേറ്റ് എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടെത്താൻ വേറെ സിമ്പിൾ ഇതാണ്. എക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് MN ആണ്, MN എന്നുള്ള ഫോർമുല വരും. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ നമുക്ക് നോക്കാം. m × x2 + n × x1 / m + n. ഇപ്പോൾ ഇന്റേണൽ ഡിവിഷൻ ഈ പോയിന്റിൻ്റെ കോർഡിനേറ്റ് കണ്ടെത്താൻ വേണ്ടി ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ m × x2 + n × x1 / m + n. ഇതിനെ ഒന്നുകൂടി നോക്കിയേക്കാം. mx2 + nx1 / m + n. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഓർത്തിരുന്നാൽ മതി. ഇത് ഓർക്കാൻ വേറെ ഒന്നുമില്ല. ഈ 3:2 അപ്പോൾ ഫസ്റ്റ് വരുന്നത് m ആയിരിക്കും. അപ്പോൾ ഈ m-നെ x2 വെച്ച് ഇൻറ്റു ചെയ്യുക, n-നെ x1 വെച്ച് ഇൻറ്റു ചെയ്യുക, അത്രേ ഉള്ളൂ സംഭവം. അപ്പോൾ 3 × 4 3 × 4 പ്ലസ് അടുത്തത് 2 × 1 എന്നിട്ട് ബൈ 3 + 2. ഇതാണ് ഇക്വേഷൻ. അപ്പോൾ 12 + 2/5, അപ്പോൾ 14/5. അപ്പോൾ എക്സിൻ്റെ ഫിഗർ 14/5 കിട്ടി. ഇനി അടുത്തത് y കണ്ടെത്താൻ ഈ സെയിം സംഭവം തന്നെ. m-നെ ഈ y2 വെച്ച് ഇൻറ്റു ചെയ്യുക, 2-നെ n-നെ ഇത് വെച്ച് ഇൻറ്റു ചെയ്യുക, അത്രയും ചെയ്ത ആൻസർ കിട്ടും. അപ്പോൾ 3 × 3 പ്ലസ് 2 × 2 ബൈ 3 + 2. അപ്പോൾ 9 പ്ലസ് 2 × 2 4, അപ്പോൾ 13/5. അപ്പോൾ ഇതാണ് y. അപ്പോൾ നമുക്ക് ഇത്രയുള്ള ആൻസർ. ഇതുപോലെ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കിയാൽ മതി. ഈ ഒരു ഇക്വേഷൻ കാണാപ്പാടം പഠിച്ചാൽ മതി. അപ്പോൾ ഇത് ഇൻറ്റേർണലാണെങ്കിൽ പ്ലസ് വരും, എക്സ്റ്റേണലാണെങ്കിൽ മൈനസ് വരും. ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. മറ്റേ m/n ഇതിൽ ഇൻറ്റു ചെയ്യേണ്ടത് m-നെ x2 ആയിട്ടും n-നെ x1 ആയിട്ടും, നേരത്തെ m-നെ y2 ആയിട്ടും n-നെ y1 ആയിട്ടും. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ പഠിച്ച് നോക്കുക, എന്നിട്ട് ഇതുപോലെ ക്വസ്റ്റ്യൻ ചെയ്താൽ മതി. അപ്പോൾ ക്വസ്റ്റ്യനിൽ ഇൻറ്റേർണൽ ഡിവിഷൻ ആണെങ്കിൽ പ്ലസ് ചെയ്യുക, എക്സ്റ്റേണൽ ഡിവിഷൻ ആണെങ്കിൽ മൈനസ് ചെയ്യുക. അപ്പോൾ ഇത് ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി. അടുത്തത് സെൻട്രോയിഡ് ഓഫ് എ ട്രയാങ്കിൾ. അപ്പോൾ ഈ ഫൈൻഡ് ദ സെൻട്രോയിഡ് ഓഫ് എ ട്രയാങ്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് x1 + x2 + x3/3 ചെയ്യുക. അടുത്തത് y1 + y2 + y3/3 ചെയ്യുക. എത്ര ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ പഠിച്ചു നോക്കുക. ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് തരും, അപ്പോൾ അതങ്ങനെ എടുത്ത് ഇക്വേഷൻ ചെയ്താൽ മതി. ഇപ്പോൾ നമുക്കറിയാം ട്രയാങ്കിൾ. അപ്പോൾ ഇതിൻ്റെ സെൻട്രോയിഡ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ 3 പോയിൻറ്റും കൂടി മീറ്റ് ചെയ്യണ പോയിൻറ്റ് അതിൻ്റെ കോർഡിനേറ്റ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ കോർഡിനേറ്റ് എത്രയാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇത് കണ്ടെത്താൻ വേണ്ടി ഇത് ഏതെങ്കിലും ഇത് പോയിൻ്റ് ആയിരിക്കും. ഇത് x1 y1 ആയിരിക്കും, ഇത് x2 y2 ആയിരിക്കും, ഇത് x3 y3 ആയിരിക്കും. അപ്പോൾ x1 + x2 + x3/3 എന്നിട്ട് അടുത്തത് y2 + y3/3. ഇത്രയും ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു സെൻട്രോയിഡ് കണ്ടെത്താൻ വേണ്ടി ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വെക്കുക. എന്നിട്ട് ഇത് സെൻട്രോയിഡ് ഡിവൈഡ്സ് ദ മീഡിയൻ ഇൻ 2:1 റേഷ്യോ. അപ്പോൾ എപ്പോഴും ഓർത്തിരിക്കുക, മീഡിയൻ സെൻട്രോയിഡ് മീഡിയനെ 2:1 റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യും. ഇനി അടുത്തതാണ് ഇൻ സെൻറ്റർ ഓഫ് എ ട്രയാങ്കിൾ. നമ്മൾ നേരത്തെ ഇത് കണ്ടു. സെൻട്രോയിഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഡയറക്റ്റ് ഒരു ട്രയാങ്കിളിൻ്റെ ഡയറക്റ്റ് സെൻറ്ററിനെ
ഇത് ചെയ്യാൻ നേരത്താണ്, ലൈൻ ബൈസെറ്റ് ചെയ്യാൻ നേരത്ത് വരുന്ന നടുക്ക് കൂട്ടിമുട്ടുന്ന പോയിൻ്റാണ് സെൻട്രോയിഡ്. ഇൻസെൻറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ലൈനും ബൈസെക്ടർ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഇത് ഈ ബൈസെക്ട് ചെയ്യാൻ നേരത്ത് ഇത് രണ്ടും ഈക്വലാണ്, അപ്പോൾ ഇത് രണ്ടും ഈക്വലാണ്, AC ഈക്വലാണ്, പിന്നെ അടുത്തത് ഇത് രണ്ടും ഈക്വലാണ്. അപ്പോൾ ഇങ്ങനെ ഈക്വലായിട്ട് ബൈസെറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ അത് ഈ നടുക്ക് തന്നെ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ, അതിനാണ് ഇൻസെൻറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഇൻസെൻറ്റർ കണ്ടെത്താൻ വേണ്ടി ഈ ഒരു ഫോർമുല പഠിച്ചു വെച്ചാൽ മതി. നമുക്കറിയാം x1 അറിയാം, പിന്നെ A സൈസ് സൈഡിൻ്റെ ലെങ്താണ് ABC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പോൾ അത് ക്വസ്റ്റ്യനിൽ തരും. ലെങ്ത് ഓഫ് ദി സൈഡ് ABC എന്ന് തന്നിട്ടുണ്ടാവും. അപ്പോൾ ജസ്റ്റ് ആ A ഇൻറ്റു x1 ചെയ്യുക, B ഇൻറ്റു x2 ചെയ്യുക, അത്ര ചെയ്താൽ മതി. ഇത് സെയിം ഇക്വേഷൻ തന്നെ. സെൻട്രോയിഡ് കണ്ടെത്താൻ വേണ്ടി എല്ലാവരും കൂടി കൂട്ടിയിട്ട് /3 ചെയ്ത്, സെൻട്രോയിഡ് എന്ന് പറയുമ്പോൾ ട്രയാങ്കിളിൻ്റെ സെൻറ്ററായിട്ട് ബൈസെറ്റ് ചെയ്യുന്നത്. ആ സെൻറ്ററായിട്ട് ബൈസെറ്റ് ചെയ്യുമ്പോൾ നടുക്ക് വരുന്നൊരു പോയിൻറ്റ്. ഇൻ സെൻറ്റർ ഓഫ് എ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ ഈക്വലായിട്ട്, ഇപ്പോൾ ഇത് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യണേ. അപ്പോൾ ഇതൊരു 45 ആണെങ്കിൽ ഇതൊരു 45 ആയിരിക്കും, അങ്ങനെ. അപ്പോൾ അതിനുള്ള ഇക്വേഷനാണ് ഇത്. അപ്പോൾ ഇക്വേഷൻ കാണാതെ പഠിച്ചാൽ മതി. അല്ലാതെ എങ്ങനെ കിട്ടിയെന്നോ അല്ലെങ്കിൽ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണമെന്നൊന്നും അറിയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ആ ക്വസ്റ്റ്യൻ വന്നത് ആൻസർ ചെയ്യാൻ പറ്റണം, അത്രയും മാത്രം ഓർത്താൽ മതി. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് വരുന്ന ഇക്വേഷൻസ് ഓർത്തിരിക്കുക. എന്നിട്ട് ഇതിൻ്റെ 2-3 ക്വസ്റ്റ്യൻസും ചെയ്ത് നോക്കുക. ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നിങ്ങൾക്ക് വാട്സാപ്പിൽ തന്നെ മെറ്റ ചെയ്യാണ്ട്. അപ്പോൾ ഗീവ് മീ സം ക്വസ്റ്റ്യൻസ് റിഗാർഡിങ് ഇൻ സെൻറ്റർ ഓഫ് എ ട്രയാങ്കിൾ എന്ന് അടിച്ചു കൊടുത്താൽ ക്വസ്റ്റ്യൻസ് കിട്ടും. എന്നിട്ട് അതൊരു പേപ്പറിൽ വർക്കൗട്ട് ചെയ്ത് നോക്കും. അടുത്തത് ഇക്വേഷൻ ഓഫ് എ ലൈൻ. എ സ്ട്രൈറ്റ് ലൈൻ കോർഡിനേറ്റ് പ്ലെയിൻ ക്യാൻ ബി റെപ്രസെൻറ്റ് വേരിയബിൾ ഫോം. അപ്പോൾ സ്ലോപ്പ് ഇൻട്രസെപ്റ്റ് ഫോം ഉണ്ട്, y = mx + 3 വേർ m is the slope and c is the y intercept. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഓർത്തില്ല. സ്ലോപ്പ് ഇൻട്രസെപ്റ്റ് ഫോം ആണെങ്കിൽ y = mx + 3. അപ്പോൾ ഇത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കണ്ട, ജസ്റ്റ് ഇത് ഓർത്തിരുന്നാൽ മതി. അടുത്തത് പോയിൻ്റ് സ്ലോപ്പ് ഫോം. പോയിൻ്റ് സ്ലോപ്പ് ഫോം എന്ന് പറയുമ്പോൾ y - y1 = m × x - x1. m is the slope. അപ്പോൾ ക്വസ്റ്റ്യൻ ഇത് തരും, നമുക്കൊരു മോഡൽ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം, അപ്പോൾ നമുക്ക് മനസ്സിലാവും. അടുത്തത് 2 പോയിൻ്റ് ഫോം. അപ്പോൾ ഈ 2 പോയിൻ്റ് ഫോം എന്ന് വെച്ചാൽ x1 y2 and y2 എല്ലാം സെയിം ലൈനാണ്. സെയിം ലൈനിൽ തന്നെ ആണെങ്കിൽ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് y - y1 / y2 - y1 = x - x1 / x2 - x1. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഓർത്തിരുന്നാൽ മതി. പിന്നെ ഇഫ് എ ലൈൻ ഇൻ്റർസെക്ട് ദ x-axis at A0 and y-axis at 0B. അപ്പോൾ ഒറിജിനൽ ഇൻ്റർസെക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ x/a + y/b = 1 എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയുള്ള മെയിനായിട്ട് ഇക്വേഷൻ. ഇതൊക്കെ ജസ്റ്റ് വായിച്ചു വിട്ടാൽ മതി. മറ്റേ സ്ലോപ്പ് ഓഫ് ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് കണ്ടാകും. ഇതുപോലത്തെ ആയിരിക്കും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പോയിന്റ് 3, 4 and 7, 1. അപ്പോൾ ഇത് നമുക്കറിയാം 3x1 ഉം y1 ഉം x2 ഉം y2. അപ്പോൾ ഇങ്ങനെ എടുത്ത് എഴുതുക. എന്നിട്ട് x2 - x1 ഹോൾ സ്ക്വയർ + y2 - y1 ഹോൾ സ്ക്വയർ, എന്നിട്ട് അതിൻ്റെ റൂട്ട് ചെയ്താൽ ആൻസർ കിട്ടും. കാരണം ഇത് മറ്റേ നേരത്തെ വേണ്ട 2 കോർഡിനേറ്റ് അതൊരു ഡിവൈഡ് റേഷ്യോ ഇൻ്റർസെക്റ്റ് ചെയ്യാനാണ് നമ്മൾ നേരത്തെ കണ്ട ഇക്വേഷൻ. മറ്റേ ഇത് m/n എന്ന് എഴുതുക. എന്നിട്ട് m-നെ x2 ആയിട്ട് ഇൻറ്റു ചെയ്യുക, n-നെ x1 ആയിട്ട് ഇൻറ്റു ചെയ്യുക, പിന്നെ m-നെ y2 ആയിട്ട് ഇൻറ്റു ചെയ്യുക, അടുത്തത് ഇങ്ങനെ ഇൻറ്റു ചെയ്യുക, എന്നിട്ട് /m + n. നമ്മൾ നേരത്തെ കണ്ട ഇക്വേഷൻ തന്നെ. പിന്നെ ഇത് സെൻട്രോയിഡ് ഓഫ് എ ട്രയാങ്കിൾ നമ്മൾ നേരത്തെ കണ്ടായിരുന്നു. അപ്പോൾ 2 + 4 + 6/3. അത്രയും സിമ്പിളായിട്ട് ആൻസർ കണ്ടെത്താം. അടുത്തതാണ് ഇക്വേഷൻ ഓഫ് എ ലൈൻ. വാട്ട് ഈസ് ദ ഇക്വേഷൻ ഓഫ് എ ലൈൻ പാസിംഗ് ത്രൂ 2, 3 വിത്ത് എ സ്ലോപ്പ് 2. അപ്പോൾ ഫൈൻഡ് ദ വാട്ട് ഈസ് ഇക്വേഷൻ ഓഫ് എ ലൈൻ പാസിംഗ് ത്രൂ 2, 3 വിത്ത് എ സ്ലോപ്പ് 2 എന്നാണ് ഇക്വേഷൻ. അപ്പോൾ നമുക്ക് നേരത്തെ കണ്ടത് എടുക്കാം. അപ്പോൾ ഇതൊരു പോയിൻ്റ് സ്ലോപ്പ് ഫോമാണ്. y - y1 = m × x - x1 ഇതാണ് ഫോർമുല. നമുക്ക് കണ്ട വേർ x1, y1 ഈസ് എ പോയിൻ്റ് ഓൺ ദ ലൈൻ ആൻഡ് m ഈസ് ദ സ്ലോപ്പ്. അപ്പോൾ ഇതുപോലെ ഡയറക്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്, ഒരു പോയിൻ്റ് തന്നിട്ടുണ്ട്, സ്ലോപ്പ് എത്രയെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഇക്വേഷനിലോട്ട് നമുക്കത് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ പോയിൻ്റ് സ്ലോപ്പ് ഫോമാണ് y - y1 = m × x - x1. അപ്പോൾ ഇവിടെ y എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3ഉം x എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2ഉം സ്ലോപ്പ് 2 ആണ്. അപ്പോൾ m2 x1 y1 2 3. അപ്പോൾ y - 3 = 2 × x - 2. ഈ ഒരു ഫോർമുല കൊടുത്താൽ മതി. അടുത്തപ്പോൾ y - സിംപ്ലിഫൈ ചെയ്യുന്നത് ഇങ്ങനെ കിട്ടും. y - 3 = 2x - 4 കിട്ടും.
ഇത് ഇൻറ്റു ചെയ്യാൻ നേരത്ത് കിട്ടും. അടുത്തത് y = 2x - 1 എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ ഇതാണ് ആൻസർ. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ ഓർത്തിരുന്നാൽ മതി. നമുക്ക് ഇപ്പോൾ ഈ ഇക്വേഷൻ അറിയാമെങ്കിൽ ജസ്റ്റ് സിമ്പിളായിട്ട് ഒരു മിനിറ്റിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ആ ഇക്വേഷനിലോട്ട് അത് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് കോർഡിനേറ്റ് ജോമെട്രിയിൽ നോക്കേണ്ടത്. നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എക്സാം പാസ്സാകാൻ വേണ്ടി മാത്രം പഠിച്ചാൽ മതി. അല്ലാതെ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നും മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. ഈ ഇക്വേഷൻസ് പഠിച്ച് നോക്കുക. ഇപ്പോൾ 2 കോർഡിനേറ്റ് തന്നിട്ടുണ്ട്, അതിൻ്റെ ഡിസ്റ്റൻസ് കണ്ടെത്താൻ ഈ ഇക്വേഷൻ. പിന്നെ ഇപ്പോൾ ഒറിജിനിൽ നിന്നാണ് തുടങ്ങുന്നതെങ്കിൽ ഇത് ചെയ്താൽ മതി. പിന്നെ y സെയിം ആണെങ്കിൽ x1 - x2 ചെയ്താൽ പോയിന്റ് കിട്ടും. പിന്നെ അടുത്തത് ഈ സെക്ഷൻ ഫോർമുല. നമ്മളൊരു ലൈൻ വരച്ചു, അതിനെ ഒരു റേഷ്യോയിൽ അത് ഇൻ്റർസെക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പോയിന്റ് കണ്ടെത്താൻ വേണ്ടി നമ്മൾ ആ റേഷ്യോ ചെയ്യുക. m × x2 ഉം n × x1 നേരെ തിരിച്ചിട്ട് ഇൻറ്റു ചെയ്താൽ മതി. എന്നിട്ട് ബൈ m + n ചെയ്താൽ മതി. അടുത്ത സെൻട്രോഡ് ഓഫ് എ ട്രയാങ്കിൾ കണ്ടെത്താൻ ഈ ഒരു ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. ജസ്റ്റ് കോർഡിനേറ്റ് തന്നിട്ടുണ്ടാവും, അത് വെച്ച് ജസ്റ്റ് ഡിവൈഡ് ചെയ്താൽ മതി. ഇൻ സെൻറ്റർ ഓഫ് എ ട്രയാങ്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈക്വലി ബൈസെക്റ്റ് ചെയ്യും. ചെയ്യാൻ നേരത്ത് ആ നേരത്തെ കണ്ട സെയിം സംഭവം തന്നെ ഇൻറ്റു ആ സൈഡും കൂടി ഇൻറ്റു ചെയ്യുക, അത്രേ ഉള്ളൂ. പിന്നെ അടുത്തതാണ് ഇക്വേഷൻ ഓഫ് എ ലൈൻ. നമുക്ക് ക്വസ്റ്റ്യൻ ഡയറക്റ്റ് തരും. ഇപ്പോൾ സ്ലോപ്പും തന്നിട്ടുണ്ട്, y ഇൻ്റർസെപ്റ്റും തന്നിട്ടുണ്ടെങ്കിൽ y = mx + c എന്നുള്ള ഡയറക്റ്റ് ഇക്വേഷൻ എടുത്ത് എഴുതിയാൽ മതി. അടുത്തത് ഒരു പോയിന്റ് തരും, അതിൻ്റെ സ്ലോപ്പും തരും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഇക്വേഷൻ ഇട്ട് സോൾവ് ചെയ്താൽ മതി. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.